പത്തനംതിട്ട പന്തളം നഗരസഭയിലെ 30-ാം വാർഡിൽ വികസന പ്രവർത്തികൾക്ക് ഫണ്ട് അനുവദിക്കില്ല എന്നാരോപിച്ച് കൗൺസിലർ നഗരസഭാ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. രാവിലെ മുതൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചതിൽ പ്രതിഷേധിച്ച് നഗരസഭയിലെ ജീവനക്കാർ ജോലി നിർത്തിവെച്ചു. നഗരസഭയിൽ വിവിധ ആവശ്യങ്ങൾക്കെത്തിയവർ ഇതോടെ ബുദ്ധിമുട്ടിലായി. ഇന്ന് രാവിലെ 10:30 പന്തളം നഗരസഭയിലെ 30-ാം വാർഡ് കൗൺസിലർ രത്നമണി സുരേന്ദ്രൻ പ്ലക്കാർഡുമായി നഗരസഭാ സൂപ്രണ്ടിന്റെ ചേംബറിൽ പ്രതിഷേധവുമായി എത്തിയത്. 2021 മുതൽ തന്റെ വാർഡിൽ പൊതുമരാമത്ത് പ്രവർത്തികൾ യാതൊന്നും നടക്കുന്നില്ലെന്നും ഫണ്ടുകളെല്ലാം ലാപ്സാക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. 21-22 സാമ്പത്തിക വർഷം മുതലുള്ള 24-25 വർഷം വരെയുള്ള എല്ലാ പൊതുമരാമത്ത് വർക്കുകളും, അതായത് റോഡുകള് മുഴുവൻ സ്പില്ലോവറായിട്ട് കിടക്കണം. സ്പില്ലോവർ ടു സ്പില്ലോവർ ആക്കിയിട്ടേക്കാണ്. 12 വർക്കുകളാണ് അവിടെ ചെയ്തു തീർക്കാനുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആർക്കും ലൈറ്റുകളൊന്നും വാങ്ങി തരാറില്ല. കൈക്കാശ് മുടക്കിയാണ് ഞങ്ങൾ ലൈറ്റ് വാങ്ങിച്ചിരുന്നത്. ഞാൻ എല്ലാ കമ്മിറ്റികളിലും പറയാറുണ്ട്, കത്ത് കൊടുത്തു. കഴിഞ്ഞ കമ്മിറ്റിയിലും ഞങ്ങൾ കത്ത് കൊടുത്തു. എന്റെ റോഡുകൾ ചെയ്യിപ്പിന് ഒരു തീരുമാനവും അവിടെ എടുത്തില്ല. കൗൺസിലർ നഗരസഭാ സൂപ്രണ്ടിനെ ഉപരോധിച്ച് പ്രതിഷേധം തുടർന്നതോടെ നഗരസഭാ ജീവനക്കാരും ജോലികൾ നിർത്തിവെച്ചു. ഇതോടെ നഗരസഭയിൽ വിവിധ ആവശ്യങ്ങൾക്കെത്തിയവരും ബുദ്ധിമുട്ടിലായി. പിന്നീട് പോലീസ് എത്തി കൗൺസിലറെ അനുനയിപ്പിച്ച് സമരം സൂപ്രണ്ടിന്റെ ചേംബറിനുള്ളിൽ നിന്നും പുറത്തേക്കു മാറ്റി. UDF പാർലമെന്ററി പാർട്ടി ലീഡർ KR വിജയകുമാർ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരും കൗൺസിലറുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി. നഗരസഭയിലെ വികസന പ്രവർത്തികളിൽ വിവേചനം തുടർന്നാൽ സമരം വരും ദിവസങ്ങളിലും ശക്തമാക്കുമെന്ന് പ്രവർത്തകർ അറിയിച്ചു. അമൃത ന്യൂസ്, പത്തനംതിട്ട.